വിഷു പോയ സന്തോഷത്തിൽ കഞ്ഞി കുടിക്കുന്നു മക്കളെ. അന്നേരം നിങ്ങളേക്ക് വിഷു പോയ സന്തോഷത്തിൽ പിന്നെ സന്തോഷം അത് ഗീതച്ച് സങ്കടമല്ലേന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓണം വിഷു കേൾക്കുമ്പോൾ തന്നെ നട്ടപ്പരാന്നിട്ട് ഒരു ടെൻഷൻ അതിർക്ക് കഴിഞ്ഞ് കിട്ടണേ ഭഗവാനേന്ന്. ശരിക്കും ഓണം വിഷുവിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഘോഷിക്കുന്ന കുഞ്ഞു മക്കളില്ല. അവർക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ. നമുക്കെല്ലാം ടെൻഷൻ തന്നെയാണ് കേട്ടോ. ഈ ഓണം വിഷു കയ്യിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് അടുക്കളയിൽ കയറാൻ കഴിയില്ല. ഫ്രിഡ്ജ് നിങ്ങൾ തുറക്കാൻ വരെ കഴിയില്ല. തുറക്കുമ്പോഴൊക്കെ പോകും സാധനങ്ങൾ ഓരോന്ന്. പച്ചടി, സാമ്പാർ, കൂട്ടുകറി, വളിച്ചതും പൊളിച്ചതെല്ലാം. അന്നേരം എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ അടിച്ച് തുടച്ച് അപ്പുറത്തെ ഇടയിൽ കൊണ്ടുവിടുക. അല്ല, ഇടയിൽ വേണ്ട, വേസ്റ്റ് ബോക്സ് കൊണ്ടുവിടുക. വേസ്റ്റ് ബോക്സ് കൊണ്ടുവിട്ടിട്ട് അടുക്കളയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ചൊരു ഗ്ലാസ് നല്ല കുത്തരി എടുക്കുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് പയർ കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ട് അടുപ്പത്തിട്ട് നല്ലോണം വേവിച്ച് കഞ്ഞിയാക്കുക. എന്നിട്ട് അതിൽ ഒരു മുറി തേങ്ങയും ചിരകിയിട്ടിട്ട് ഇതാ ഇതുപോലെ ചൂടോടെ കുടിച്ചാൽ എൻ്റെ മക്കളെ എല്ലാ ടെൻഷനും മാറും. നിങ്ങളിങ്ങനെ ചെയ്യലുണ്ടാ? നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാ? ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഓണം വിഷു കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ കഴിയില്ല കേട്ടാ. സത്യമാണ്. ഞാൻ അതെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി തന്നെ ഇപ്പം കഞ്ഞി വെച്ച് കുടിക്കുന്നത് കേട്ടാ. ഇപ്പോൾ നമുക്കൊരു ഉന്മേഷമുണ്ട്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്നുകൂടെ കമൻറ്റ് ഇട്ടോളൂ. ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. സ്വന്തം ഗീത വെച്ച് നാളെ വരാം.